ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. യൂട്യൂബിൽ പുതിയ അപ്ഡേറ്റ് വരുന്നു. അതായത് ഇനി നോട്ടിഫിക്കേഷൻ പോകില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വ്യൂസ് വളരെ കുറവാണ്, ഇനി നോട്ടിഫിക്കേഷനും കൂടെ പോയില്ലെങ്കിൽ ദൈവമേ തീർന്നു എന്ന് വിചാരിക്കുന്നവരല്ലേ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഈ പരിപാടിക്കൊന്നും പോകണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. യൂട്യൂബിലെ വീഡിയോ ഇടുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കാം എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ധന്യാന്നാണ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക്, അതായത് 2-3 ദിവസം കൊണ്ട് തന്നെ എൻ്റെ ഉറക്കം ഏതാണ്ടൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, ഇനിയിപ്പോൾ വ്യൂസ് ഒന്നും കിട്ടാതിരുന്നാൽ പിന്നെ യൂട്യൂബിൽ കണ്ടിട്ട് എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഇത്രയും വർഷം, അതായത് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് യൂട്യൂബിൽ എന്ത് ചെയ്യുക, കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇല്ലേ. 2 വർഷം 3 വർഷം, എനിക്കറിയാവുന്നവർ തന്നെ ഏതാണ്ട് 2-3 വർഷം ആയിട്ടുണ്ട് 2-3 പേരൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് എവിടെയെങ്കിലും ഒന്ന് കര എത്തിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ പോകില്ല എന്നൊരു വരുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ പോകില്ല എന്ന് പറയുന്നത് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നവർക്കാണ് ഇത് ബാധകമായിട്ടുള്ളത്. ആഴ്ചയിൽ 1-2-3 വീഡിയോസ് ഇടുന്നവർക്ക് ഇത് ബാധകമല്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള തുടക്കത്തിലുള്ള ബിഗിനേഴ്സ് എന്തായാലും ഡെയിലി വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ്. കാരണം വെച്ചാൽ നമ്മുടെ ശബ്ദം, നമ്മുടെ ഫേസ് എല്ലാവർക്കും ഫെമിലിയർ ആവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആദ്യത്തെ നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഈ എല്ലാ ദിവസവും വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. അത് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഡെയിലി നിങ്ങളുടെ വീഡിയോസ് നല്ല കണ്ടൻറ്റുമായി വന്ന് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക തന്നെ വേണം. ഇനി യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കില്ല എന്നല്ല പറയുന്നത്. യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണ്, അതായത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് മുന്നിലാണ് നമ്മളുടെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് അയക്കുന്നത്. അതേസമയം അവരത് എടുത്തു നോക്കുന്നില്ല, അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് പിന്നെ അവർക്ക് എന്ത് ചെയ്യില്ല, നോട്ടിഫിക്കേഷൻ അയക്കില്ല. അതാണ് കാരണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കിപ്പോൾ 1 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ നമ്മളെ സ്ഥിരമായി കാണുന്നത് ചിലപ്പോൾ 50,000 പേരായിരിക്കും, അല്ലെങ്കിൽ ഒരു 25,000 പേരായിരിക്കും കാണുന്നത് അല്ലേ, നമ്മളെ കാണുന്നത്. അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, യൂട്യൂബ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അയച്ചു തന്നാൽ അവർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അവർ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് നമ്മളിപ്പം നിർബന്ധിച്ച് കുറേ പേർക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. പക്ഷേ ഞാൻ ഉള്ള കാര്യം പറയട്ടെ, അവരാരും തന്നെ നിങ്ങളെ വീഡിയോസ് കാണില്ല. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത് നോട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറയുന്ന ആൾക്കാർ മാത്രമാണ്. അതിൽ സബ്സ്ക്രൈബേഴ്സ് എത്ര പേര് കണ്ടിട്ടുണ്ട്, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായി തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് അറിയാൻ പറ്റും. അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മളെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്തിനാണ് പിന്നെ അതിൽ വിഷമിക്കേണ്ട കാര്യം? നമ്മൾ ഇത്രയും വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഇതുവരെ വന്നിട്ട് യൂട്യൂബിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് കാരണം നമ്മളെല്ലാം കൂടെ വച്ച് നിർത്തേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. യൂട്യൂബിൽ അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ, അതായത് യൂട്യൂബിൽ എപ്പോഴും അപ്ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഒരു ദിവസം നമുക്ക് നല്ലതല്ലാത്ത അപ്ഡേറ്റാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അടുത്ത ദിവസം നമുക്ക് ഏറ്റവും നല്ല അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത്. ഈ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഷോർട്സിനും വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് കിട്ടുന്ന അതിനുള്ള അൽഗോരിതമാണ് ഇപ്പോൾ നമുക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഒരാഴ്ച കൊണ്ട് നമുക്ക് എല്ലാവർക്കും വ്യൂസ് കുറവാണ്. പ്രത്യേകിച്ച് ന്യൂ ആയിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഇപ്പോൾ കുറഞ്ഞൊന്ന് കണ്ടിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ അൽഗോരിതം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൂടെ ഈ ഒരു അപ്ഡേറ്റും കൂടെ വരുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു എക്സ്പെരിമെൻ്റ് പോലെ അവർ നമുക്ക് എന്തായാലും തരും. അപ്പോൾ നിങ്ങൾ അതിൽ തന്നെ ആലോചിക്കുക, നമ്മൾ പുതിയ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് എത്ര തന്നെ അപ്ഡേറ്റുമായിട്ട് വന്നാലും നമ്മൾ ഒരിക്കലും താഴ്ന്നു പോകില്ല. പിന്നെ ഞാൻ ഒരു കാര്യമായിട്ട്, നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഒരുപാട് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കും, നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. ആരോടും നമുക്ക് നിർബന്ധിച്ച് എൻ്റെ ഒന്ന് വീഡിയോസ് ഒന്നും കണ്ടു തീർക്കണേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനുള്ള കണ്ടൻറ്റും കാര്യങ്ങളും ഉള്ള നമ്മളെ കൊണ്ടൊന്ന് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇതൊന്നും അറിഞ്ഞു വെച്ചിട്ട് ഇനി ഞാൻ ഈ യൂട്യൂബ് നിർത്തി വെച്ചിട്ട് പോവുകയാണ്. ഒരുപാട് ആൾക്കാർ കുറേ കാലങ്ങളുണ്ട്, അത് ഒരുപാട് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 6 മാസം കൊണ്ടോ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ആകപ്പാള തളർന്നു കുത്തിയിരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വന്നതുകൊണ്ട് ഇതെന്തായാലും തകരാനൊന്നും പോകുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കാം. ഒരിക്കലും യൂട്യൂബ് റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, യൂട്യൂബ് റെക്കമെൻഡേഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. എൻ്റെ ഇത് അടുത്ത് വെച്ച് നോക്കിയാൽ
എനിക്ക് സബ്സ്ക്രൈബേഴ്സിൽ നിന്നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് നോൺ സബ്സ്ക്രൈബേഴ്സിന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അതായത് യൂട്യൂബർ റെക്കമെൻഡേഷൻ വഴിയാണ് എനിക്ക് വ്യൂസ് എപ്പോഴും കിട്ടുന്നത്. യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കുക എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അയക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ യൂട്യൂബ് റെക്കമെൻഡേഷൻ അതിൽ ഒരു പ്രശ്നവും വരുന്നതല്ല. യൂട്യൂബ് നമ്മുടെ എല്ലാവരുടെ പേജിലും ഈ ഒരു ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് എല്ലാവർക്കും നമ്മളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റെക്കമെൻഡേഷൻ മാത്രം മതി നമ്മുടെ യൂട്യൂബിന്റെ ചാനൽ വിജയിക്കുക. അത് മാത്രം മതി. അല്ലാതെ നമ്മളിപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവർക്ക് നോട്ടിഫിക്കേഷൻ അയക്കുമ്പോൾ അവർ കാണാതിരിക്കുമ്പോഴാണ് യൂട്യൂബ് ആ ഒരു നോട്ടിഫിക്കേഷൻ അയക്കാതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും വരാനൊന്നുമില്ല. അതായത് കാണാത്തവർ, നമ്മുടെ യൂട്യൂബ് ചാനൽ എന്താണെന്ന് കാണാത്തവർ പിന്നെ നോട്ടിഫിക്കേഷൻ നോക്കേണ്ട കാര്യമുണ്ടോ? നോട്ടിഫിക്കേഷൻ പോയിട്ട് നമ്മളെ കാണാത്തവർ പിന്നെ നമ്മളെ വന്ന് കാണുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഥവാ അവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചാനലിൽ പേരുണ്ട്, അവരൊന്ന് അഴിച്ച് നമ്മളെ വീഡിയോസ് കാണണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ്, നമ്മൾ ഇട്ട് എത്ര വീഡിയോസ് ഉണ്ടോ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് എടുക്കാം. അത് കുറച്ചും കൂടെ നല്ലതാണ് അല്ലേ? നമ്മളെപ്പോഴും ഒരാളെടുത്തൊന്ന് എന്നെ ഒന്ന് കാണുമോ, എൻ്റെ വീഡിയോസ് ഒന്ന് കാണുമോ, യൂട്യൂബ് എത്രയെന്ന് പറഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ സബ്സ്ക്രൈബർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കണ്ടോളൂ എന്ന് യൂട്യൂബ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ യൂട്യൂബിന് തന്നെ എന്താ അല്ലേ? അതൊരു മോശം പരിപാടിയല്ലേ? നമ്മളിപ്പോൾ അയച്ചാൽ വന്നിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് സമയമില്ലെങ്കിലും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് സമയമില്ല, ഒന്ന് സേവ് ചെയ്ത് വെക്കാം, പിന്നെ നോക്കാം. എങ്കിൽ പോലും ചില ആൾക്കാർ നോക്കത്തില്ല കേട്ടോ. നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും നിങ്ങളുടെ യൂട്യൂബ് കെട്ടിപ്പൂട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും വർഷം അല്ലെങ്കിൽ ഇത്രയും ദിവസം നിങ്ങൾ എങ്ങനെയാണോ കഷ്ടപ്പെട്ടത് അതിനേക്കാളും ഒരു അല്പവും കൂടെ ഒന്ന് കഷ്ടപ്പെടുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.